ഹലോ ഗൈസ്, ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ആഗ്രയിലുള്ള, ഞാൻ പറയേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് നോക്കിക്കോ, താജ്മഹലിൻ്റെ മുമ്പിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. പാർട്ട് 6 എന്ന വീഡിയോയിലേക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദി ബൈക്ക് ഷോപ്പ് ഹണ്ടർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. താജ്മഹലിനെ പറ്റി നമ്മൾ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, വിശദമായിട്ട് പറയാൻ എനിക്കായിട്ട് അറിയാനും പാടില്ല. അപ്പോൾ അത് എല്ലാ കുട്ടികൾക്കും അറിയാം. ആ അറിയാവുന്ന പോലെ തന്നെ എനിക്കറിയാവുന്നത്, എനിക്കത് പറഞ്ഞു ഫലിപ്പിക്കാനൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാനിവിടെ വരുന്നത് 2ാമത്തെ പ്രാവശ്യമാണ്. 2022 ഡിസംബറിൽ ഞാനൊന്ന് വന്നതാണ്. ആ സമയത്ത് നല്ല മഞ്ഞുള്ള ടൈമിലാണ് ഞാനിവിടെ വന്നത്. ഓൾറെഡി എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താജ്മഹലിൻ്റെ ഫസ്റ്റ് കവാടത്തിൽ നിന്ന് വരുമ്പോൾ പോലും നമുക്ക് താജ്മഹൽ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോടമഞ്ഞ് നിലനിൽക്കുന്ന സമയത്താണ് ഞാൻ വരുന്നത്. എനിക്കതൊരു തീരാ നഷ്ടമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 2ാമത്തെ പ്രാവശ്യം ഞാൻ വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചത്. എന്തായാലും വളരെ മനോഹരമാണ്. നല്ല വെളിച്ചത്തിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഇതങ്ങ് നിലനിൽക്കണ കാണാൻ ഭയങ്കര മനോഹരമാണ്, ഒന്നും പറയാനില്ല. എന്തായാലും ആ ആഗ്രഹം സഫലീകരിച്ചിട്ടുണ്ട്. എന്തായാലും വരാത്തവർ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വന്നിത് കാണണം, കണ്ടിരുന്നേ പറ്റുള്ളൂ.
ഡൽഹിയിലെ ചരിത്രപ്രധാനമായ ഒരു കോട്ടയാണ് ചുവപ്പ് കോട്ട അഥവാ ചെങ്കോട്ട. 1638 മുഗൾ ചക്രവർത്തി ഷാജഹാൻ നിർമ്മിച്ച ഈ കോട്ട മുഗൾ സാമ്രാജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു. ചുവപ്പ് കോട്ട ചുവന്ന മണൽ കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ഏകദേശം 2.5 കിലോമീറ്ററോളം ചുറ്റളവുണ്ട്. കോട്ടയ്ക്ക് 2 പ്രധാന കവാടങ്ങളുണ്ട്, ലാഹോർ കവാടവും ഡൽഹി കവാടവും. ലാഹോർ കവാടം കൂടുതൽ അലങ്കൃതമാണ്. ഇത് സാധാരണയായി സന്ദർശകർ ഉപയോഗിക്കുന്ന പ്രധാന കവാടമാണ്. 17-ാം നൂറ്റാണ്ടിൽ മുഗൾ ഭരണാധികാരികൾ ജീവിച്ചിരുന്നത് ഈ കോട്ടയിലാണ്. 1857 മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ സഫറിൽ ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുത്തു. നിങ്ങൾ ഈ കോട്ട വേനൽക്കാലത്താണ് സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ രാവിലെ നേരത്തെയോ അതോ വൈകുന്നേരങ്ങളോ സന്ദർശിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഇല്ലെങ്കിൽ ഓൾറെഡി ജനത്തിരക്ക് കൂടുതലായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ വെയിലിൻ്റെ കാഠിന്യവും കൂടുതലായിരിക്കും. ഈ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഏകദേശം 10 വർഷത്തോളമെങ്കിലും എടുത്തിട്ടുണ്ട്. കോട്ട നിർമ്മിക്കാൻ ഏകദേശം 10,000-ഓളം തൊഴിലാളികളെ ഉപയോഗിച്ചിട്ടുണ്ട്. കോട്ടയുടെ ചുവരുകൾ 30 അടിയോളം വരെ കനം വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ബൈ.